ദോലനത്തിന്റെ മുകളിലുള്ള ഈ ബാറിൽ 2 ഹുക്കുകളിലായി ഒരു ചരട് വലിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ചരടിന്റെ അഗ്രഭാഗങ്ങളിൽ നിന്നും മറ്റോരോ ചരടുകളിലായി ഓരോ നെട്ടുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ നെട്ടിനെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് പിടിവിട്ടാൽ ഈ നെട്ട് മാത്രമാണോ ദോലനം ചെയ്യുക, അതോ ഈ നെട്ടും ദോലനം ചെയ്യുമോ? രണ്ടും ഒരേ അളവിലാണോ ദോലനം ചെയ്യുക? ഇത് ദോലനം ചെയ്യുമ്പോൾ തന്നെ ഇത് ദോലനം ചെയ്യുമോ, അതോ പിന്നീടാകുമോ? ഇത്തരം ഊഹങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ രൂപീകരിക്കുക. ഇനി നമുക്ക് കാണാം. ഞാൻ ഈ നെട്ടിനെ പിടിവിടുകയാണ്. നിങ്ങൾ 2 നെട്ടുകളും നിരീക്ഷിക്കുക. നോക്കൂ, ഞാൻ ദോലനം ചെയ്യിച്ച നെട്ടിന്റെ ദോലനത്തിന്റെ വേഗത കുറഞ്ഞു തുടങ്ങുന്നതിനനുസരിച്ച് രണ്ടാമത്തെ നെട്ട് ദോലനം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ നെട്ടിന്റെ ദോലന വേഗത കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് കുറച്ചു നേരം കൂടി നിരീക്ഷിക്കാം. ഇപ്പോൾ ഏതാണ്ട് 2 നെട്ടുകളും ഒരേ ആയതിയിലാണ് ദോലനം ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ഞാൻ ദോലനം ചെയ്യിച്ച നെട്ടിന്റെ ആയതി കുറഞ്ഞു വരുന്നു, രണ്ടാമത്തെ നെട്ടിന്റെ ആയതി കൂടി വരുന്നു. എന്താണ് ഈ നെട്ട് മാത്രം ദോലനം ചെയ്യിച്ചിട്ടും ഈ നെട്ട് ദോലനം ചെയ്യാൻ കാരണം? ഇതിന് കാരണം ഊർജ കൈമാറ്റമാണ്. ഇതിന് ലഭിച്ച ഊർജം ഈ പൊതുവായ ചരടിലൂടെ ഈ നെട്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രകഥ നിങ്ങൾക്ക് VTVയിൽ കാണാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഊർജ കൈമാറ്റം എന്ന ആശയമാണ് ഈ പരീക്ഷണത്തിനു പിന്നിൽ.